Lakshmi, third year geology student. So today my topic is based on origin of Charnockite, whether it's metamorphic or magnetic. So ഇതെന്ന് പറയുന്നത് ഒരു സെഞ്ചുറി ഇടനീളം നിലനിന്ന ഒരു ഡിബേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ചാർണക്കൈറ്റ്സിന്റെ ഒറിജിൻ മെറ്റമോർഫിക് ആണെന്ന് ഒരു വിഭാഗം കുറെ നാൾ അവകാശപ്പെട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാഗ്മാറ്റിക് ആണെന്നും അവകാശപ്പെട്ടിരുന്നു. അപ്പം ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കുറെ നാൾ അത് നിലനിന്നിരുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. So basically, Charnockite is a hard rock mainly composed of orthopyroxene. Orthopyroxene ആയിട്ടുള്ള ഹൈപ്പസ്തീൻ ആണ് ചാർണക്കൈറ്റിന്റെ മെയിൻ കീ മിനറൽ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ക്വാർട്സ്, ഫെൽസ്പാർ, മൈനർ എമൗണ്ടിൽ ക്ലൈനോപൈറോക്സിൻ, ഗാർനറ്റ്, ബയോടൈറ്റ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. സോ ഇതിന്റെ ഒരു അപ്പിയറൻസ്, ഇപ്പൊ നമ്മളൊരു ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡിസൈൻ കാണും. അതുപോലെ തന്നെ എല്ലാ റോക്കിനും അതിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഡിസൈൻ ഉണ്ടാവും. അതായത് അതിനെയാണ് നമ്മൾ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒരു റോക്കിന്റെ ടെക്സ്ചറിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഡിസൈനാണ് ആ ഗ്രെയിൻ, അതിലുള്ള ആ ഒരു റോക്കിലുള്ള ഗ്രെയിൻ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നു എന്നതാണ് ആ ടെക്സ്ചർ എന്ന് പറയുന്നത്. സോ ചാർണക്കൈറ്റ്സ് എന്ന് പറയുമ്പോൾ കോഴ്സ് ഗ്രെയിൻ ആണ്. അതായത് 0.5 സെന്റിമീറ്ററിൽ കൂടുതലുള്ള സൈസുള്ള ഗ്രെയിൻസ് ആണ് ഉള്ളത്. പിന്നെ അതിന്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഗ്രാനോപ്ലാസ്റ്റിക് ടു പോർഫിറോബ്ലാസ്റ്റിക്. ഗ്രാനോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്യുഗ്രാനുലാർ ആയിട്ടുള്ള ടെക്സ്ചറിനെയാണ് ഗ്രാനോപ്ലാസ്റ്റിക് എന്ന ടേം വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോർഫിറോബ്ലാസ്റ്റിക് ആകുമ്പോൾ വലിയ ഗ്രെയിൻ സൈസിന് ചുറ്റുമായിട്ട് മെട്രിക്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് മാസ് എന്ന് പറയുന്ന ഫൈനർ ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ളതാണ്. സോ അതാണ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ചാർണക്കൈറ്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിന്റെ ജിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ഡീപ് ക്രസ്റ്റൽ പ്രോസസ്സിനെ കുറിച്ചും ഡീപ് ഹൈഗ്രേഡ് മെറ്റമോർഫിസത്തിനെ കുറിച്ചും ഒക്കെ നമുക്കൊരു ഡേറ്റ കിട്ടുന്നു. സോ ബേസിക്കലി ജിയോളജി ഈസ് ഓൾ അബൌട്ട് ഇന്റർപ്രിട്ടേഷൻസ്. നമ്മളിപ്പോൾ ഒരു റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇന്റീരിയറിലോട്ട് ഡിഗ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ റോക്കിൽ നിന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുകയാണ് ഇന്റീരിയറിൽ ഇന്നതൊക്കെയാണ് പ്രോസസ്സ്. സോ ചാർണക്കൈറ്റ്സ് നമുക്ക് അത് അങ്ങനെ ഒരു ഡേറ്റ വൈഡായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർണക്കൈറ്റ്സ് ഇൻ പെനിൻസുലാർ ഇന്ത്യ. അപ്പോൾ നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ റീജിയനിൽ സദേൺ ഗ്രാനുലൈറ്റ് ടെറൈൻ എന്ന് പറയും. അതാണ് പെനിൻസുലാർ സദേൺ ഗ്രാനുലൈറ്റ് ടെറൈൻ എന്ന് പറയുന്നത് ധാർവാർ ക്രേറ്ററിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെറൈനാണ്. ഇതെന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് മെറ്റമോർഫിസം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഡാർക്ക് ഗ്രേ കളർ ആയിട്ടുള്ള പോർഷൻസിലാണ് നമുക്ക് ചാർണക്കൈറ്റ്സ് കിട്ടുന്നത്. സോ സദേൺ ഗ്രാനുലൈറ്റ് ടെറൈനിലും ഈസ്റ്റേൺ കട്ട്സിലാണ് നമുക്ക് കൂടുതലും ഹൈ ഗ്രേഡ് ഗ്രാനുലൈറ്റ് സ്പീഷീസിലുള്ള ചാർണക്കൈറ്റ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ ഏജ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ about 3.6 ബില്യൺ ഇയേഴ്സോളം തന്നെ, അതായത് ആർക്കിയൻ ടൈം തൊട്ടുള്ള ഏജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒറിജിൻ ഓഫ് ചാർണക്കൈറ്റ്സ്. സോ എങ്ങനെയാണ് ചാർണക്കൈറ്റ് ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നതാണ്. മെറ്റമോർഫിക് വഴിയാണോ, മാഗ്മാറ്റിക് റിയാക്ഷൻ വഴിയാണോ, അല്ലെങ്കിൽ മാഗ്മാറ്റിക് പ്രോസസ്സ് വഴിയാണോ ഒറിജിൻ ആയത് എന്നാണ് ക്വസ്റ്റ്യൻ. സർ തോമസ് ഹോളണ്ട് ആണ് ആദ്യം ചാർണക്കൈറ്റ് ടേൺ ചെയ്തത്. സോ അദ്ദേഹം വേൾഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൽക്കട്ടയിൽ വെച്ചിട്ട് കൽക്കട്ടയുടെ ഫൗണ്ടറായ ജോബ് ചാർണക് എന്ന് പറയുന്ന ആളുടെ ടോം സ്റ്റോൺ കാണുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ റോക്കുമായിട്ട് അദ്ദേഹം മദ്രാസിൽ നിന്ന് എടുത്ത ഒരു റോക്കുമായിട്ട് അദ്ദേഹത്തിന് റിസംബിൾസ് തോന്നി. സോ അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ഇത് രണ്ടും സെയിം റോക്ക് ആണെന്ന് മനസ്സിലാക്കുകയും ടോം ചാണക്കിന്റെ ഓണർ ഇതേ റോക്കിന് ചാണക്കൈറ്റ് എന്ന പേരിടുകയും ചെയ്തു. സോ അതിനെ ലേറ്റർ അതിന്റെ ഒറിജിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ പറഞ്ഞത് ഹൊവേ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് മാഗ്മാറ്റിക് ആണ് ഒറിജിൻ എന്നാണ്. മഫിക് ആയിട്ടുള്ള, അതായത് മഗ്നീഷ്യം അയൺ റിച്ച് ആയിട്ടുള്ള റോക്സ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായ റോക്സ് ആണ് ചാണകൈറ്റ് എന്ന്
പറഞ്ഞത്. സോ CO2 അതായത് കാർബൺ ഡയോക്സൈഡ് ഓൾഡർ ആയിട്ടുള്ള റോക്കിൽ എൻ്റർ ചെയ്തിട്ട് ചാണകൈറ്റ് ഉണ്ടായി എന്നും ലേറ്റസ്റ്റ് സ്റ്റഡീസ് തെളിയിക്കുന്നു. The debate began with incipient ചാണകൈറ്റ്. അതായത് ഒരുപാട് നാൾക്ക് ശേഷം സതേൺ ഗ്രാനുലൈറ്റ് ടെറൈനിൽ തന്നെ ഇൻസിപ്പിയന്റ് ചാണകൈറ്റ് എന്ന് പറയുന്ന വേറൊരു വെറൈറ്റി കണ്ടുപിടിച്ചു. പക്ഷെ അതിലുള്ള ഓർത്തോപാരോക്സിൻ എന്ന് പറയുന്നത് ഇഗ്നിയസ് വഴി ഉണ്ടായതല്ല എന്ന് തെളിയിക്കപ്പെട്ടു. അതായത് അത് പ്യൂർലി മെറ്റമോർഫിസം സംഭവിച്ചാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇത് ശരിക്കും ഒരു ഡിബേറ്റ് ഉണ്ടായത്, എന്താണ് ഇതിന്റെ ഒറിജിൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. സോ ലേറ്റർ അത് എന്താണ് അവിടെ നിന്ന് കിട്ടിയ ചാണകൈറ്റ്, അതായത് ഇൻസിപ്പിയന്റ് ചാണകൈറ്റ് ഡീഹൈഡ്രേഷൻ കാരണമാണ് ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പം ഗാർനെറ്റിന്റെ അതിലുള്ള മിനറൽസിന്റെ ഡീഹൈഡ്രേഷൻ കാരണമാണ് ഗാർനെറ്റ് പ്രൊഡ്യൂസ് ഉണ്ടായതെന്ന് മനസ്സിലായി. ലേറ്റർ ആയിട്ട് ലാസ്റ്റ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചാണകൈറ്റ്സ് രണ്ടായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഇഗ്നിയസ് ആയിട്ടുണ്ടായ മാഗ്മാറ്റിസം വഴി ഉണ്ടായ ചാണകൈറ്റ്സ് മെറ്റമോർഫിസം സംഭവിച്ച് മെറ്റമോർഫിക് ആയിട്ട് മാറാറുണ്ട്. അല്ലാണ്ട് ഇഗ്നിയസ് ആയിട്ട് തന്നെ അത് കോഎക്സിസ്റ്റ് ചെയ്യാറുണ്ട്. പ്യൂർ ആയിട്ട് മെറ്റമോർഫിസം വഴി ചാണകൈറ്റ് ഉണ്ടാകാറുണ്ട്. അത് പാച്ചസ് ആയിട്ടോ വെയിൻസ് ആയിട്ടോ ആയിരിക്കും നമ്മുടെ സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. സോ they develop under low oxygen condition with help of reduced fluids. അതായത് ഓക്സിജൻ ഇല്ലാത്തതും ഹൈഡ്രസ് മിനറൽസിന്റെ ഇൻഫ്ലുവൻസ് കുറവായിട്ടുള്ള ഹൈ ഗ്രേഡ് മെറ്റമോർഫിക് ടെറൈൻസ്, അതായത് ഹൈ ഗ്രേഡ് ഗ്രാനുലൈറ്റ് സ്പീഷീസിലൊക്കെയാണ് നമുക്ക് ചാണകൈറ്റ്സ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഒറിജിൻ ആയിരുന്നു എന്നതായിരുന്നു ഇതിന്റെ ഡിബേറ്റ്. പക്ഷെ പിന്നെ ഇതിന്റെ സ്റ്റഡീസിലായിട്ട് മനസ്സിലാക്കിയത് രണ്ട് ഒറിജിനും പോസിബിൾ ആണെന്നാണ്. അപ്പോൾ ഇതിന്റെ ഡിബേറ്റ് ഏത് ഒറിജിൻ തിരഞ്ഞെടുക്കണം എന്നതല്ല, ഇത് കിട്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ബേസ് ചെയ്തിരിക്കും അതിന്റെ ഒറിജിൻ എന്നതാണ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തത്. താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കും. Third year. Counter